മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കോട്ടയത്തും കൂറ്റൻ പാപ്പാഞ്ചിയെ കത്തിക്കും. മീനന്തലയാറിന്റെ തീരത്ത് വടവാതൂരിലാണ് 40 അടി ഉയരമുള്ള പാപ്പാഞ്ചിയെ കത്തിക്കുക. കൊച്ചിയിലെ മാതൃകയിലാണ് ഇവിടെയും പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊച്ചിക്കാർ മാത്രമല്ല, കോട്ടയംകാരും പാപ്പാഞ്ചിയെ കത്തിച്ച് പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം വടവാതൂരാണ്. വടവാതൂരിൽ 40 അടി ഉയരമുള്ള ഒരു വലിയ പാപ്പാഞ്ചിയെ, നമുക്കറിയാം ഇപ്പോൾ പാപ്പാഞ്ചിയുടെ രൂപം സംബന്ധിച്ചുള്ള വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. മെലിഞ്ഞ പാപ്പാഞ്ചിയാണ് കൊച്ചിയിലുള്ളതെന്നൊക്കെ പറയുന്നു. എന്തായാലും കോട്ടയത്ത് നല്ല വണ്ണമുള്ള നല്ല മിടുക്കനായിട്ടുള്ള ഒരു പാപ്പാഞ്ചി തന്നെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 40 അടിയുണ്ട്. കഴിഞ്ഞ 15 ദിവസമായിട്ട് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയതാണ്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് വിജയപുരം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ്. ഏകദേശം 1 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് ഈ ഒരു പാപ്പാഞ്ചിയെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. അതിനുശേഷം ന്യൂ ഇയറിനെ വരവേൽക്കുമ്പോൾ ഈ പാപ്പാഞ്ചിയെ കത്തിച്ചുകൊണ്ടാണ് അവർ അതിലേക്ക് കടക്കുക. എന്തായാലും എന്നോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും എല്ലാവരും ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്? അതായത് ഈ മീനന്തര ടൂറിസം എന്നുള്ളൊരു പദ്ധതി പഞ്ചായത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അത് ആ ടൂറിസം മേഖലയെ ടൂറിസം മേഖലയാക്കി മാറ്റുന്നതിലേക്കും ജനങ്ങളിലേക്ക് ഈ പ്രദേശത്തിന്റെ ഈ ഭൂപ്രകൃതിയും ഏറ്റവും നല്ല ഭംഗിയുള്ള ഈ പ്രദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിതിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഏകദേശം ഈ വർഷം ഞങ്ങൾ 2 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്നു. ബാക്കി പാപ്പാഞ്ചിക്കൊക്കെയുള്ള പണം പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ വലിപ്പമൊക്കെ ഓരോ വർഷം കൂടി വരും. എന്ന് മുതലാണ് ഇത് തുടങ്ങി? 2018 തൊട്ടാണ് അല്ലേ ഇത് തുടങ്ങിയത്? സത്യത്തിൽ ഞങ്ങളുടെ മനസ്സിൽ കൊച്ചി കാർണിവലിനോട് പാപ്പാഞ്ചിയോട് കടപിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങളുടെ സംഘാടകർക്കുണ്ട്. അപ്പൊ അതിനുവേണ്ടി എന്ത് നഷ്ടം വന്നാലും ശരി, ഏറ്റവും നല്ല രീതിയിലും ഏറ്റവും വലുപ്പത്തിലും ഒരു പാപ്പാഞ്ചിയെ ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ സംഘാടക സമിതിയിലുള്ള കുറെ കലാകാരന്മാരാണ്. കോട്ടയംകാരുടെയാണ് വലുതെന്ന് കാണിക്കണം, വലിയ പാപ്പാഞ്ചി. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വാശിയാണ് ആ കാര്യത്തില്. നാളുകളിൽ കൊച്ചിയിൽ വരുന്ന ആൾക്കാർ ഇവിടെ വരണം, എത്തിക്കണം. അതാണ് ഞങ്ങളുടെ സംഘാടക സമിതിയും പഞ്ചായത്തിന്റെയും വലിയൊരു ആഗ്രഹവും. നമ്മുടെ വാർഡ് മെമ്പറോട് കൂടി ചോദിക്കാം. മെമ്പറാണ് പറഞ്ഞത് മെലിഞ്ഞ പാപ്പാഞ്ചിയാണ് കൊച്ചിയിലുള്ളത്. എന്തായാലും നമ്മുടെ കുറച്ച് വലുതാണെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയാണ് ഇത് ഈ ഒരു രൂപത്തിലേക്ക് എത്തിച്ചത്? ഈ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ സംഘാടക സമിതിയുടെയും ഇതിന്റെ നിർമ്മാതാക്കളുടെയും ഒരു ആശയമാണ്, ആഗ്രഹമാണ് ഇത്രയും വലിയൊരു ഭീമാകാരനായ പാപ്പാഞ്ചി ഇവിടെ ഇന്ന് ഉയർന്നു നിൽക്കുന്നത്. സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. കൂടുതൽ ആളുകൾ വരുമോ ഇവിടേക്ക്? വേറെ എന്തൊക്കെ പരിപാടികളാണുള്ളത്? ഗാനമേളയുണ്ട്, DJ ഉണ്ട് അതിനോടനുബന്ധിച്ച്. അപ്പം കോട്ടയംകാരും ഒരുങ്ങിയിരിക്കുകയാണ്. ഗാനമേളയിൽ DJ ഉണ്ട്. അതിനുശേഷം കൃത്യം 12 മണിക്ക് 31-ാം തീയതി രാത്രി 12 മണിക്ക് നമ്മുടെ ഈ 40 അടിയുള്ള പാപ്പാഞ്ചിയെ കത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വരും വർഷങ്ങളിലും സമാനമായ രീതിയിലുള്ള പാപ്പാഞ്ചികൾ ഉണ്ടാകും. എന്തായാലും കൊച്ചിക്കാരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ കോട്ടയംകാരും കടന്നിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. വടവാതൂരിലെ പാപ്പാഞ്ചിയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ആരോഗ്യകരമായ മത്സരങ്ങളാകട്ടെ, അതെപ്പോഴും നല്ലതുമാണ്.